Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ കാണുന്ന നല്ലൊരു സൂപ്പർ നല്ല പഞ്ഞി പോലത്തെ ഒരു പലഹാരമായിട്ടാണ്. പലഹാരം എന്ന് പറയാൻ ഒക്കത്തില്ല, നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഇഡ്ഡലി മാവ് ദോശമാവൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ മാവ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്നാക്ക് അല്ലെങ്കിൽ പലഹാരം, സ്നാക്ക് എന്ന് പറയത്തില്ല, ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഇച്ചിരി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇഡ്ഡലി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ രുചിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പച്ചരി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 കപ്പോളം ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ 4 കപ്പ് ഞാൻ ഈ ഒരു നമ്മൾ കോഫി കുടിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ബാക്കിയുള്ള അളവുകളല്ല കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 4 കപ്പോളം റൈസ് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് എടുക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണ് നമ്മൾ അളന്നിട്ടുള്ളത് ആ കപ്പിൽ തന്നെ 1 കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നും ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സൂത്രമാണ്. ഇതാണ് ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ആവാനും ആ ഒരു നിറം കൊടുക്കുന്നത് ചവ്വരിയാണ് കേട്ടോ. ഈ ചവ്വരി എന്താണെന്ന് അറിയാം. ഇത് പായസത്തിലൊക്കെ നമ്മൾ ഇടുന്നില്ലേ, ആ ചവ്വരി തന്നെയാണ്. ഇതിപ്പം സാഗോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. കണ്ടോ, ഇതുപോലെ ബോളായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് നമ്മൾ വെള്ളത്തിൽ ഉഴുന്നൊക്കെ കുതിർത്തിടണ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഇനി ഈ ഒരു ചവ്വരി ഞാൻ ഈ നമ്മുടെ അതേ അളവിൻ്റെ കപ്പിൽ ഒരു 1/2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അതായത് 4 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതുപോലെ തന്നെ 1/2 കപ്പ് ചവ്വരി, ഇങ്ങനെയാണ് കേട്ടോ അളവ്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. നമ്മുടെ അരിയും ഉഴുന്നും ചവ്വരിയൊക്കെ റെഡിയാണ്. ഇത് നമുക്കിനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ചവ്വരിയും ഉഴുന്നും അതുപോലെ അരിയൊക്കെ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചവ്വരി കഴുകുമ്പോൾ എപ്പോഴും ഒരു 1-2 തവണ കഴുകിയാൽ മതിയാവും. ഒത്തിരി കഴുകണ്ട, അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർക്കാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഈ ഉഴുന്നിൻ്റെ പാത്രത്തിലാണ് ഇടുന്നത് കേട്ടോ. ഉഴുന്നിൻ്റെ ആ ഒരു പാത്രത്തിൽ നമുക്ക് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. നമ്മളെപ്പോഴും ഈ ഉഴുന്നിനകത്തും അരിക്കകത്തും ഒക്കെ വെള്ളം നിറയ്ക്കുമ്പോൾ അതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വെള്ളം മാത്രം ഒന്ന് മേലെ നിൽക്കണം. ആ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനപ്പോൾ ഇതൊരു 6 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ്. ഇതാ ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അരിയും അതുപോലെ കണ്ടോ ഉഴുന്നൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഉഴുന്നിൽ വെള്ളം കൂടുതലുമില്ല കുറവുമില്ല. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ചവ്വരി ആണെന്നുണ്ടെങ്കിലും അത് കണ്ടോ നല്ലതുപോലെ കുറച്ചും കൂടി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. അരിയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മുടെ ഒരു ജോലി. അപ്പോൾ ആദ്യം ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് ഉഴുന്നാണ്. ഉഴുന്നും അതിനകത്ത് ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ബാച്ചായിട്ട് ഒരുമിച്ച്, ഞാൻ മിക്സിയുടെ വലിയൊരു ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു പകുതി ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ ഉഴുന്നിൽ തന്നെയുള്ള കുറച്ച് വെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ. ഇതാ ഉഴുന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഉഴുന്നൊക്കെ നല്ലതുപോലെ കണ്ടോ ഇതുപോലെ അരയണം. നോക്കിക്കേ, ഇങ്ങനെ വിട്ട് കിടക്കണം. ഈ ഒരു ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ മാവ് എല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല കട്ടിയിലാണ് ഇരിക്കുക. അത് നമ്മൾ ഇതിനകത്ത് ചവ്വരി ചേർക്കുന്നത് കൊണ്ടാണ്. നല്ല ഇഡ്ഡലിയുടെ മാവിനേക്കാളും നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ബാച്ചായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ അടുത്ത ബാച്ചും ഉഴുന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലിയുടെ ഉഴുന്നുമാവ് റെഡിയാണ്. ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തത് റെഡിയാണ്. ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് അരിയും അതുപോലെ തന്നെ ചവ്വരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 2 പിടിയോളം ഇഡ്ഡലി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്
ചവ്വരിയാണ്. ചവ്വരിയും ഇഡ്ഡലി റൈസും കൂടെ ഒരുമിച്ചാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചവ്വരിയും ഈ പറഞ്ഞ പോലെ ഒരു 2 പിടി, നമുക്ക് 2 പിടി അരിയും 2 പിടി ചവ്വരിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, വെള്ളം കൂടാതെ ഇരിക്കാൻ നോക്കണം കേട്ടോ. ഇനിയിപ്പം ഒരു പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മുങ്ങിക്കെടുക്കാവുന്ന ഒരു പരുവത്തിന് മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതാ നോക്കിക്കേ, ഞാനത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇഡ്ഡലിക്ക് റൈസിന് എപ്പോഴും നല്ലതുപോലെ തന്നെ അരയണം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ അരയണം. അതാണ് ഇഡ്ഡലി എന്നാലേ നല്ല സോഫ്റ്റായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇഡ്ഡലി നല്ലതുപോലെ റൈസ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഉഴുന്നിൻ്റെ ആ ഒരു പാത്രത്തിനകത്തോട്ടാണ് ചേർക്കുന്നത്. കണ്ടോ, ഈ ഇഡ്ഡലിയുടെ ഈ റൈസിൻ്റെ നിറം കണ്ടോ, ആ വെളുത്തിരിക്കുന്നത്, അത് നമ്മൾ ആ ഒരു ചവ്വരി ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ചവ്വരിയുടെ ഒരു പ്രത്യേകതയാണത്. നല്ല നിറം കൊടുക്കുന്നത് ചവ്വരിയാണ്. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കരുത്. ആ സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതും ഈ ചവ്വരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസ് നല്ലതുപോലെ ബാച്ചായിട്ട് റൈസും അതുപോലെ തന്നെ ചവ്വരിയും കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൊവ്വരി എന്നൊക്കെ പറയുന്നുണ്ട്, സത്യത്തിൽ അത് ചവ്വരിയാണ്. അതെന്തുകൊണ്ടോ എൻ്റെ വായിൽ ഞാനിങ്ങനെ പറയുമ്പം, സ്പീഡിൽ പറയുമ്പം ചൊവ്വരി എന്ന് വരും കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. ചവ്വരിയാണ്. ഇതാ നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കൈ വെച്ചിട്ട് നമുക്ക് അടിയിൽ കിടക്കുന്ന ഉഴുന്നിനെ നല്ലതുപോലെ ഒന്ന് അരിയുടെ കൂടെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതാ ഞാനിവിടെ മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ചെയ്യണ്ട, അന്നേരം ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോവും, അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ ഒരു പെട്ടെന്ന് ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കറക്കിക്കുത്ത്, അങ്ങനെ അങ്ങ് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇഡ്ഡലിയുടെ മാവ് ഇവിടെ റെഡിയാണ്. കൈകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തത്. അപ്പം ഞാനിതൊന്ന് മാറ്റി വെച്ചു. ഞാനിതൊരു 2 പാത്രങ്ങളിലോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് പുളിച്ച് തുടങ്ങുമ്പോൾ ഒക്കെ അത് ചിലപ്പം പുറത്തോട്ട് പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ 2 പാത്രങ്ങളിലോട്ട് ഇത് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 8 മണിക്കൂർ, 7 മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവൻ്റെ അകത്ത് നമുക്കിത് ഓവനകത്തുള്ള ലൈറ്റ് ഓൺ ചെയ്ത് ഒരു 7-8 മണിക്കൂർ വെച്ചെന്നാൽ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 7 മണിക്കൂർ കഴിഞ്ഞു. മാവ് പുളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് സ്പൂണിൽ കോരി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം വേണ്ടത്. കണ്ടോ, ഇതുപോലെ നമ്മളിന്ന് കമത്തി കഴിഞ്ഞെന്നാൽ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കരുത്. ഈ ഒരു കട്ടി ഉണ്ടാവണം ഇഡ്ഡലിക്ക്, ഈ ഒരു കുശ്ബു ഇഡ്ഡലിക്ക്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി നേരത്തെ ഉണ്ടാക്കിയ ഇഡ്ഡലിന്ന് ഇച്ചിരിയാണ് ഞാൻ ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ കുശ്ബു ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ മാവ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു വിഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത്രയും പാകത്തിന്, അതായത് ഏകദേശം ഒരു 250 ml ഉള്ള ഇഡ്ഡലി മാവ് ഞാനൊന്നൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള ഇഞ്ചി നന്നായിട്ട് അരച്ചത് തന്നെ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ചേർക്കേണ്ടത് ഈ ഒരു മല്ലിയിലയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂണോടുള്ള വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു പലഹാരം. ഇത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ചേർക്കുന്നത് തൈരാണ്. തൈര് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂണോളുള്ള തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇത് വലിയ പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളത് കുശ്ബു ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി ആട്ടോ. ഇഡ്ഡലി എപ്പോൾ ഉണ്ടാക്കിയാലും സോഫ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് കല്ല് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പരാതി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി സത്യത്തിൽ 2 റെസിപ്പിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ആ ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ദോശയ്ക്ക് വേണ്ടി നിങ്ങൾ അരച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം
ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറിന് പകരം ഈനോ സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും നമുക്ക് മേടിക്കാൻ. അതാണെന്നുണ്ടെങ്കിലും ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർക്കരുത് കേട്ടോ. ബേക്കിംഗ് സോഡ ഇതിനൊന്നും ചേർക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളം. ഈ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് നന്നായിട്ട് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് പൊന്തി നല്ല സ്പോഞ്ച് പോലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് മാറ്റി വെക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എണ്ണയോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ച് ഒരു പ്ലേറ്റിനകത്തോട്ട് മറിച്ചിടണം. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോലെ ഒന്ന് എണ്ണ തൂത്ത് കൊടുക്കുന്നത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ ഞാനൊന്ന് എണ്ണ തൂത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാൻ ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് മാറ്റിയെടുത്തപ്പോഴത്തേക്കും ഞാനൊരു 1/4 കപ്പോളമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കിട്ടിയത്. ഞാൻ ഇഡ്ഡലിക്ക് എടുത്ത മാവ് നല്ല തിക്കായിട്ടുള്ള മാവായിരുന്നു, അത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് വേണം ബാക്കിയുള്ള ഈ പറഞ്ഞ ചേരുവകളൊക്കെ ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പ് എടുക്കാം, അതിനകത്ത് വെക്കാം. ഇനിയിപ്പോൾ അതല്ല ഈ ഒരു ഇത്രയും വലുപ്പത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോരി ഒഴിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന്. ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാനൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു, കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഇതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം. അന്നേരം അത് കണ്ട ഇതുപോലെ വളരെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വെന്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിതൊന്ന് മേലൊന്ന് തൊട്ടാൽ മാത്രം മതിയാവും. നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതായി എന്നാണ് അർത്ഥം. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റിന് ഇവിടെ ആയിട്ടുണ്ട്. ഞാനിതൊരു ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതാപ്പോൾ ഇവിടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു, അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാനിങ്ങനെ പതുക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ. ഇനി സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് പതുക്കെ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുക്കാം. ഇനി ഞാനിതിപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആവി പറക്കുന്ന ഇതിനെ ദോഖ്ല എന്നാണ് സത്യത്തിൽ പറയുക കേട്ടോ. എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന്. ഇപ്പം ഇത് നമുക്ക് റവ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ റവ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഇത്രയും പോലും പാടില്ല. ഇതിപ്പോൾ നമുക്ക് ദോശമാവൊക്കെ എക്സ്ട്രാ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയൊക്കെ അരച്ച് നമുക്ക് ചെയ്യണ്ടേ. അതേസമയം നമ്മൾ ഈ ഒരു റവ കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മറിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല കേക്ക് പോലെയാണ് ഇരിക്കുന്നത്, നല്ല സ്പഞ്ച് കേക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു താളിപ്പ് ഒഴിക്കണം, എന്നാലാണ് ഇത് പൂർണ്ണമാവുള്ളൂ, ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സത്യത്തിൽ നമ്മുടെ ആ ഒരു പലഹാരത്തിന് ആ ഫ്ലേവറൊക്കെ കൊടുക്കുന്നത്, ഈ ഒരു കൊച്ചു താളിപ്പ്. ഇതിനകത്ത് ഒരു മസാലപ്പൊടികളും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് മുറിച്ച് വെച്ചത് ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ മേലെയാണ് ഞാൻ ഇനി ചെറുതായിട്ടൊന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനോട് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് എല്ലായിടത്തും ആ സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഒന്ന് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഒത്തിരി അങ്ങ് ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഇതുപോലെ താളിച്ചിട്ട് ഒഴിക്കേണ്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഇതിൻ്റെ സാധാരണ ഇഡ്ഡലി
ദോശയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഇത് കഴിച്ച് നടക്കാൻ പറ്റും. അത്രയും സ്പഞ്ചിയാണ്. ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാളും സോഫ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിതിപ്പോൾ ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ താളിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ അല്പം മല്ലിയിലും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മല്ലിയിലേറെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർക്കണ്ട. ഇതാ നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെയാണ്, സ്പഞ്ചിയാണ്, ഫ്ലഫിയാണ്, ഇതെല്ലാമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഖുഷ്ബു ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് എടുത്ത മാവാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടുതലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.